നീ നോക്കൂ എവിടെ. അതെ, ഒന്ന് മാറിക്കേ, ഞാൻ ചെയ്യാം. മാറിക്കോ. എന്താ സാറേ കാണിക്കുന്നേ? അത് ചെറുതായിട്ടൊന്ന് അമർത്തിയാ മതി. ഇങ്ങനെയല്ലേ? നോക്ക്, ഞാൻ ചെയ്യുന്ന നോക്ക്. നല്ലോണം പ്രസ് ചെയ്യ്. ഇങ്ങനെ. ഇത്രേ ഉള്ളൂ. ആണോ? അല്ല, ഞാൻ സാറിനെ പഠിപ്പിച്ചു കൊടുത്തതാ. പഠിപ്പിക്കൽ എന്തായാലും കൊള്ളാം അല്ലേ വിവേകേട്ടാ? അതെ അതെ. ഉണ്ടായിരിക്കുന്നുണ്ടോ? ഓ, ഒരു കാര്യം ചെയ്, വൈകുന്നേരം പോകുമ്പോഴേ ഇടിയപ്പത്തിന്റെ പൊടി കുറച്ച് കയ്യിലെടുത്തോണ്ട് പോ. എന്തിന്? അല്ല, ഇങ്ങനെ അങ്ങ് പഠിപ്പിക്കാലോ, നല്ലതല്ലേ? അതെ, ഇനിയിപ്പോ അളിയൻ കമ്പനിയിലേക്ക് പോവോ അതോ സ്ഥിരമായിട്ട് ഇവിടെ ഇടിയപ്പം ഉണ്ടാക്കാനാണോ പരിപാടി? അപ്പൊ ഇന്നത്തെ ജോലി കഴിഞ്ഞു. ഇനി കൊണ്ടുപോയി കഴിച്ചിട്ട് അവര് റിസൾട്ട് പറയട്ടെ. ഓർഡർ സ്ഥിരമായിട്ട് കിട്ടിയാ മതിയായിരുന്നു. നമ്മുടെ പ്രശ്നങ്ങളൊക്കെ തീർന്നേനെ. സംഗതി വണ്ടി കയറ്റി വിട്ടു. അല്ല, ഇനി എന്താ പ്രോഗ്രാം? ഇനി ഭക്ഷണം കഴിക്കാം. ഉണ്ടാക്കിയതിന്റെ ടേസ്റ്റ് എങ്ങനെയുണ്ടെന്ന് അറിയണ്ടേ? ഓടിപ്പോളി. തന്ത്രി ആരതി, സംഗതി കിടുക്കി. നിങ്ങൾ നോക്കിക്കോ, ഇനി ഈ ബിസിനസ്സിൽ നിങ്ങളെ പിടിച്ചാൽ കിട്ടില്ല. സൂപ്പർ. ഞങ്ങള് കഴിക്കാം, നിങ്ങൾ കഴിച്ചോ? കഴിക്കുന്നേ കഴിക്കേ. കമ്പനിയുടെ പ്രോജക്ട് മാനേജർ മകളുടെ ഭർത്താവായതുകൊണ്ട് എന്തും കാണിക്കാം എന്നുള്ളൊരു തോന്നലുണ്ടോ വിജയ്ക്ക്? മുമ്പൊരിക്കൽ കമ്പനി കാര്യത്തിൽ വീഴ്ച വരുത്തിയപ്പോ എന്തെങ്കിലും കാര്യങ്ങൾ നേരെ ചൊവ്വേ ചെയ്യാൻ അറിയാമോ, ഇതുവരെയെങ്കിലും സ്വന്തമായിട്ട് എന്തെങ്കിലും സമ്പാദിച്ചിട്ടുണ്ടോ എന്നൊരു ചോദ്യം ഞാൻ അങ്ങോട്ട് ചോദിച്ചുപോയി. അതിന്റെ മറുപടി ഏത് രൂപത്തിലായിരുന്നു? സ്വന്തം കമ്പനിയുടെ ടെൻഡർ ഒറ്റിക്കൊടുത്ത് ലക്ഷങ്ങളുടെ സമ്പാദ്യം ഉണ്ടാക്കി. എന്റെ മകന്റെ മുമ്പിൽ ഞാൻ നാണം കെട്ട് തല കുനിക്കേണ്ടി വന്നു. അത് ആന്റി, അങ്ങനെ ഒന്ന് രണ്ട് മിസ്റ്റേക്കുകൾ മാത്രമേ ഉള്ളൂ കണക്കില്. ക്ലിയർ ചെയ്യാം. ഒരു മിസ്റ്റേക്ക് പോലും ഉണ്ടാവാൻ പാടില്ല. അതാ എന്റെ കമ്പനിയിൽ ഞാൻ ഡിമാൻഡ് ചെയ്യുന്നത്. ഈ നിലയ്ക്കാണെങ്കിൽ മരുമകൻ കുടുംബത്തിലിരുന്നാ മതിയാവും. എന്താ പത്മ ഇത്? കമ്പനിയുടെ സ്റ്റാഫുകളോട് സംസാരിക്കുന്ന അതേ താളത്തില് എനിക്ക് ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ അറിയുള്ളൂ. ജോലിയിൽ വിട്ടുവീഴ്ച ചെയ്യുന്നവരോട് ഒരു കോംപ്രമൈസിനും ഞാൻ ശീലിച്ചിട്ടില്ല. എന്താ വിജയ്, എല്ലാ ദിവസവും അമ്മയുടെ അടുത്ത് ഇങ്ങനെ വഴക്ക് കേൾക്കേണ്ട വല്ല കാര്യമുണ്ടോ? ചെയ്യാനുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്തൂടെ? മതി മതി, ഇനി നീയായിട്ട് അതിന് എരിവ് കൂട്ടണ്ട. മമ്മി, നന്ദിനി എവിടെ?
അവൾ എത്ര തവണ വിളിച്ചോന്നറിയോ? ഞങ്ങളുടെ മുറിയിൽ കുറെ ജോലിയുണ്ട്. നന്ദിനി, അവൾ അവിടെ ഇല്ല. അവള് ജോലിക്ക് പോയിരിക്ക. ജോലിക്കോ? അറിഞ്ഞില്ലേ നിങ്ങള്? തിരുവനന്തപുരം ജില്ലാ കളക്ടർ സ്ഥലം മാറിപ്പോയി. അതിനു പകരം ഇന്നു മുതൽ അവളാ ചാർജ് എടുത്തിരിക്കുന്നത്. നിങ്ങളുടെ ഡാഡിയുടെയും സൂര്യയുടെയും ശുപാർശയാ. മമ്മി എന്തൊക്കെയായി പറയുന്നേ? ആ വിവേകിന്റെ ഭാര്യയില്ലേ ആരതി, അവൾ എന്തോ ഇഡലി പുഴുങ്ങുന്ന എന്റെ ബിസിനസ് തുടങ്ങിയിരിക്കുന്നു. അതിന് കാവലിരിക്കാൻ പോയിരിക്കുക അവളും സൂര്യയും കൂടെ. യോ, വലിയ ബിസിനസ് ആണല്ലോ. എന്നിട്ട് മമ്മി എന്തിനാ പോവാൻ സമ്മതിച്ചേ? ഇതുപോലുള്ള നാണം കിട്ട പണിയാണോ നമ്മുടെ വീട്ടിലുള്ളവർ ചെയ്യണ്ടേ? ഭക്ഷണ സാധനങ്ങൾ ഉണ്ടാക്കുന്നത് എങ്ങനെയാ മക്കളെ നാണം കെട്ട പണിയാകുന്നത്? അങ്ങനെ ആരെങ്കിലും ഒക്കെ ഉണ്ടാക്കുന്നതുകൊണ്ടല്ലേ 3 നേരം നമ്മളൊക്കെ കഴിക്കുന്നത്. കേട്ടല്ലോ ന്യായം. മരുമോളൊന്നും പറയാൻ പാടില്ല, അമ്മയച്ചന് പൊള്ളും. ഒരു വേലക്കാരിയെ തലയിലെടുത്ത് വച്ചിപ്പോ അവള് ആരെയും അനുസരിക്കാത്ത അവസ്ഥയായി. എല്ലാത്തിനും കാണാൻ നിങ്ങളുടെ ഡാഡി ഒരാളാ. ഹോ, ഞാൻ എന്ത് ചെയ്തെന്നാ നീ? ആരാ നോക്കിയേ? ഗുഡ് മോർണിംഗ് മാഡം. ഗുഡ് മോർണിംഗ്. പത്മജ മാഡം ഇല്ലേ? ഉണ്ട്, അകത്തേക്ക് വരൂ. ആ, എന്താ ആനന്ദ്, ഒപ്പിടാനുള്ള ഫയലുകളായിട്ട് വിവേകിനെ അയക്കാന്ന് പറഞ്ഞിട്ട് അയാൾ ഇതുവരെ വന്നില്ലല്ലോ. അത് വിവേക് വന്നോളൂ മാഡം. ഞാൻ സൂര്യ സാർ ഇവിടെ ഉണ്ടെങ്കിൽ കാണാൻ വേണ്ടി വന്നതാ. എന്തു പറ്റി? സൂര്യ സാറ് ആ ക്ഷേത്രത്തിൽ പോകുന്നതിന് മുമ്പ് 1-2 ക്ലിയറൻസ് സർട്ടിഫിക്കറ്റുകൾ ഒപ്പിടണമെന്ന് ഞാൻ പറഞ്ഞിരുന്നു. ഈ മാസം നമ്മൾ എക്സ്പോർട്ട് ചെയ്യുന്ന ഗുഡ്സിന്റെ കാര്യമാണ്. പക്ഷേ സൂര്യ സാറ് അത് ഇതുവരെ ഒപ്പിട്ട് തന്നിട്ടില്ല. ഇനിയും വൈകിയ ഷിപ്മെന്റും ബാധിക്കും. കണ്ടോ അവന്റെ ഉത്തരവാദിത്വം? ഇത്രയും പ്രധാനപ്പെട്ട കാര്യങ്ങൾ കമ്പനിയിൽ കിടക്കുമ്പോഴാ അവൻ അവളെ കൊണ്ട് ഊരുറ്റുന്നു. പത്മ പ്ലീസ്. ആനന്ദേ, താ ഇരിക്ക്. താങ്ക് യു സർ. ഞാൻ സൂര്യ വിളിക്കാം. ആന്റി, എന്നാ പിന്നെ ഞാനങ്ങോട്ട്. ഓ, ഓ, പുതിയ കാര്യം കിട്ടിയോണ്ട് തൽക്കാലം ഞാൻ രക്ഷപ്പെട്ടു. കിട്ടുന്നില്ല.